ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ബീഫും മാങ്ങയും ചാമ്പക്കയും ചക്കയും അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇപ്പോഴത്തെ സീസണിലുള്ള സാധനങ്ങളാണ്. മാങ്ങ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല, പക്ഷേങ്കിൽ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ചാമ്പക്ക ഉണ്ടാവും, എത്തിരിയാണെന്നറിയാമോ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് നമുക്ക് നമ്മളെ നൊസ്റ്റു അടിക്കുമെന്ന് പറയൂലേ, നാട്ടിലത്തെ ചെറുപ്പത്തിൽ നമുക്ക് എത്രയാണ് നമ്മൾ ചക്കയും മാങ്ങയെല്ലാം തിന്നത്. പക്ഷേ ഇപ്പം നമുക്കതൊന്നും കിട്ടലേ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവേ ഇല്ല. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 90s എന്ന് പറയും. 90s ആണ് എല്ലാം അനുഭവിച്ചിട്ടുള്ളത്. മൊബൈലിൽ ടച്ച് ഫോൺ ഉപയോഗിച്ചതും ടച്ച് ഫോൺ അല്ലാത്ത ഫോൺ ഉപയോഗിച്ചതും എല്ലാം മൊത്തത്തിൽ 90s ആണ് കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്. കുട്ടിക്കാലവും വലിയതായിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷൻ 2Kയും എല്ലാം ആയിട്ട് മാറിയിട്ടുള്ളത് 90s തന്നെയാണ് കേട്ടോ. പ്രഭാതം പൊട്ടിയിട്ടൊന്നും വിടർന്നിക്കില്ല. അത് രാവിലെയല്ല, അതിൻ്റെ എല്ലാം നടുക്കാണ് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഈ പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി മറിക്കുമെന്ന് പറയൂല, അങ്ങനെ തള്ളി കൊടുത്തിട്ട് ആക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് നമ്മൾ നോർമൽ നെസ്റ്റോലം കിട്ടുന്ന പുട്ടുപൊടിയിൽ ഉപ്പും വെള്ളവും മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. പിന്നെ തേങ്ങ ഇട്ടിട്ട് കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ അടുത്ത് പാനിയൊന്നുമില്ല. ഈ കുക്കറിൽ ഈ വിസിലെടുത്ത് വേണ്ടിയിട്ട് ഇതിൽ വെക്കുന്നതാണ്. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പറയുന്നതും കാണാം, ആക്കുന്നതും കാണാം, അങ്ങനെയാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ 3 പെൺകുട്ടികൾക്കും പഴമാണ് വേണ്ടത്. അവർക്ക് കറിയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് പഴം കൊടുക്കും. ബാക്കിയുള്ളവർക്ക് കറിയാണ്. ഇന്നലെ ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയാണ് ഇന്ന് പുട്ടിന് കൂട്ടുന്നത്. ഈ കടലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിന് മാത്രമല്ല ചപ്പാത്തിക്കെല്ലാം സൂപ്പറാണ്. പണ്ട് സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടി വായലയിൽ പുട്ടും കള്ളക്കറിയെല്ലാം കൊണ്ടുവരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അന്ന് മുതലാണ് എനിക്ക് പുട്ടും കള്ളക്കറിയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ കടലക്കറിയും എൻ്റെ ഒരു നൊസ്റ്റു തന്നെയാണ്. അപ്പോൾ അമ്മന് കറിയും പുട്ടും കഴിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ വേണ്ടോലിക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുട്ടിനേക്കാളും കൂടുതൽ കറി ഒഴിച്ചിട്ട് ഈ മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. ഹസ്ബൻഡ് പച്ചക്കറീൻ്റെ കൂടെ എല്ലാം മുട്ട പൊങ്ങി കൊടുക്കും കേട്ടോ. അത് ശീലമായപ്പോൾ നമുക്കും അത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് ഇടയ്ക്ക് കറിയും കൂട്ടി കഴിക്കുമ്പം ഒരു കഷ്ണം മുട്ടയും കൂടി മിക്സായി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ മുന്നേ ഒരു ചെറുപയർ കറിയുണ്ട്, ആ ഒരു ചെറുപയർ കറി മുട്ട ഇട്ടിട്ട് ആക്കിയിട്ടുണ്ടേനും. അത് 7.8 or 9 ആ ടൈമിന് തന്നെ ആയിട്ടുണ്ടേനും. പിന്നെ ആടെ വെച്ച് സ്റ്റക്കായി. അതങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും വീഡിയോ ഒന്ന് വൈറലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരെന്താക്കൂ ആടെ വെച്ച് സ്റ്റക്കാക്കി എടുക്കും. അങ്ങനെ എല്ലാവരും പുട്ടും പഴവും കറിയും എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വത്തക്കയുണ്ട്, തണ്ണിമത്തൻ എന്ന് പറയും. ഇത് നെസ്റ്റോന്ന് മേടിച്ചതാണ്. നല്ല ചോപ്പുണ്ട്. ഇപ്പം വത്തക്കേൻ്റെ സീസൺ എല്ലാം തോന്നും. നോമ്പിനൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല ഈ വത്തക്ക. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്തിട്ട് കലക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. വത്തക്ക കലക്കിയതെന്ന് പറയും. വത്തക്കയിൽ പഞ്ചസാരയും വത്തക്ക ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടം ജ്യൂസിനേക്കാളും. ഇതാ ചാമ്പക്ക കുറേ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബാഗിലാണ് ഉണ്ടായിട്ടുള്ളത്. മക്കൾക്കൊന്നും തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഡബ്ബയിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇത് വലിയ ചമ്പക്കയില്ലേ, ആന ചമ്പക്കയോ അങ്ങനെ എന്തോ പറയും, ചക്ക ഉള്ള വലിയ ചാമ്പക്ക അതും ഉണ്ട്. അതിൻ്റെ കൂടെ 2 or 3 അനാർ ഉറുമാമ്പഴവും ഉണ്ട്. പിന്നെ ഈ ഒരു ചാമ്പക്ക നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ കൂടെ ഇവിടെ വന്നിട്ടുള്ള പാലക്കാടുള്ള ഒരു ഫാമിലിയാണ്. അവരെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ചെറുപ്പത്തിലെല്ലാം ഓരോ ഈ ചാമ്പക്ക ചോട്ടിലും പോയിട്ട് കുറേ പെറുക്കിയിട്ട് ആ ടൈമിൽ അങ്ങനെ തന്നെ കൗകാണ്ടെല്ലാം തിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ മക്കളോട് പ്രത്യേകം കഴുകിയിട്ട് തിന്നാനാ പറയുക. കാരണം എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ പുഴുക്കളെല്ലാം അതിലുണ്ടാവും. അന്ന് അതൊന്നും നോക്കിയിട്ടില്ലേനും അങ്ങനെ തന്നെ തിന്നല. കേടുള്ളതും കേടില്ലാത്തയും എല്ലാം കഴിക്കും കേട്ടോ. ആ ടൈമിൽ ഇപ്പോഴത്തെ മക്കളൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടും ഇല്ല. അങ്ങനെ ഒരു നൊസ്റ്റു ഫീലിംഗ് ഒന്നും ഓർക്കില്ല. ഓർക്ക് ഇതെല്ലാം കണ്ടിട്ട് തന്നെ 1 or 2 എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിൻ്റെ കളറെല്ലാം കാണുമ്പോൾ ഒന്നും തിരിയുന്നില്ല. പിന്നെ ആ മാങ്ങ കിട്ടിയിട്ടുണ്ടേനും. മാങ്ങ ഒരു കൊണ്ടുവരുന്ന സമയത്ത് പഴുത്തിട്ടില്ല, പിന്നെ നല്ല പഴുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മധുരം ഉണ്ടേനും. ചക്ക കണ്ടിട്ടില്ല നിങ്ങൾ? ചക്ക നല്ല അടിപൊളി മധുരമുള്ള ചക്കയാണ്. നാട്ടിൽ പോകത്തലുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് കണ്ടിട്ട് വായിന്നൊന്ന് വെള്ളം ഇറക്കി കേട്ടാ. ചാമ്പക്ക ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടിയും കാണിച്ചു തരട്ടെ. എത്ര പേര് ഈ ചാമ്പക്കയെല്ലാം പെറുക്കി തിന്നിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ നല്ല റെഡ് കളർ മധുരമുള്ള ചാമ്പക്കയാണ്. ചക്കയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചക്ക നാട്ടിലുണ്ടെങ്കിൽ ചക്കപ്പൊയ്ക്ക്, ചക്ക ഇടിച്ചക്ക, ചക്കേനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുമോ അതെല്ലാം ഉണ്ടാക്കിയെടുക്കും. മക്കൾ ഇതങ്ങനെ കഴിച്ചിട്ടില്ല ചക്ക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തീർത്തിട്ടുള്ളത് ഓല തന്നെയാണ് കേട്ടോ. ഇവരിത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് അവരെ എടുത്തിട്ടുമുണ്ട്. ചക്കേൻ്റെ മടലെല്ലാം കളഞ്ഞിട്ട് നല്ല ഡബ്ബയിലാക്കിയിട്ട് വൃത്തിയിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് പണിയൊന്നുമില്ല, കഴിക്കൽ മാത്രമേ ഉള്ളൂ. ചക്ക തിന്നിക്കില്ല നിങ്ങൾ?
അങ്ങനെ വൈകുന്നേരം ഞാൻ ബ്രെഡ് വാട്ടിയതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അടിപൊളിയാണ്. ഇത് മുന്നേ ഞാൻ കണ്ണൂർ പിയാപ്പിള സ്പെഷ്യൽ മറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. സൂപ്പറാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രക്കും സൂപ്പറാന്ന് പറയുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പഴം പൊരിച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ്. ഈ ബീഫാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക കല്ലുമ്മക്കായ് നിറച്ചതും പത്തൽ കുഞ്ഞിപ്പത്തൽ അങ്ങനെയാണ് കൊണ്ടുവരിക. പക്ഷേ ഇങ്ങനെ ഉണ്ടല്ലോ, ഇവർ ബീഫ് അതുപോലെ തേങ്ങ ചിരണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറേ പച്ചക്കറിയും സ്നാക്ക് കൂടുതലും മധുരമുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നമ്മളെ നാട്ടിൽ പണ്ടെല്ലാം കഴിക്കുന്ന പാൽക്കോവ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും കൊണ്ടുവരില്ല. നമ്മൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതും പിന്നെ ബേക്കറി ഐറ്റംസാണ് കൊണ്ടുവരിക. അവരും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബേക്കറി ഐറ്റംസ് എല്ലാം മക്കൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കണ്ടപ്പം തന്നെ ഓരിക്ക് വലിയ വലിയ ഐറ്റംസും മുട്ടായി ഒന്നും അല്ലാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളും നാരങ്ങ മുട്ടായാലില്ലേ അതെല്ലാം ഓരിക്ക് വേണ്ടത്. അപ്പം ഞാൻ ഈ ബീഫ് കൊണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതിൽ നല്ലോണം അവർ മസാലയെല്ലാം ചേർത്തിട്ടുണ്ട്. നോർമലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളെ വേണ്ടുള്ളൂ. ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 4 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി പിന്നെ വെളുത്തുള്ളി, ഈ കാണുന്ന വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ്, അത് നിർബന്ധമാണ്, അത് ഏത് കറിക്കും ഞാൻ എടുക്കും. പിന്നെ കറിവേപ്പിലയും ഉണ്ടെങ്കിൽ എടുക്കും. കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയായതുകൊണ്ട് ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് സെപ്പറേറ്റ് വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എപ്പോൾ എടുക്കില്ല. ഇനി നമുക്ക് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ നോൺ സ്റ്റിക്കിന് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഈ പാത്രം കാണുള്ളൂ. ഇനി സാധനങ്ങളെല്ലാം നല്ല ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇനി കാണൂല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ചേ വേണ്ടുള്ളൂ. ഓൾറെഡി അതിൽ എല്ലാം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അധികമൊന്നും വെക്കണമെന്നില്ല, ഒന്നൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇറച്ചിക്കറിയെല്ലാം വെക്കുന്ന ടൈമിൽ തന്നെ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ബാക്കി ഉള്ളിയും തക്കാളിയും ഇടുമ്പോൾ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും വരും കേട്ടോ. ഞാൻ അധികം നാട്ടിൽ നിന്ന് ബീഫ് ഇതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കറി വെക്കും. പിന്നെ ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് പൊരിക്കുകയും ചെയ്യും. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് നെയ്ച്ചോറ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നെയ്ച്ചോറിന് ഈ ഒരു കറിയും ഉണ്ടാക്കിയിട്ട് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉള്ളി വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അതിനുശേഷം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. വലിയ ഗ്യാസ് അടുപ്പുമേൽ വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞങ്ങതായി പോയിട്ടൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. എന്നിട്ട് ഒന്ന് വാട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഉള്ളി ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ തക്കാളി ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് വാട്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നാൽ നല്ലോണം തക്കാളി ഒന്ന് അടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അധിക നേരമൊന്നും വെക്കണ്ട, 1 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് മൂടി തുറന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് വാട്ടി കൊടുക്കണം. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ വേഗം അടിഞ്ഞു കിട്ടും. കുറച്ച് പഴുപ്പ് കുറവുള്ളതായതുകൊണ്ട് എനിക്ക് കുറച്ച് ഒന്ന് അടിക്കേണ്ട വന്നിട്ടുണ്ട്. ഇത് നല്ലോണം അടിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടണ്ട, കാരണം ഓൾറെഡി അതിൽ മസാലയെല്ലാം ഉണ്ട്. ഇതിലേക്കുണ്ടല്ലോ 1/2 ടീസ്പൂൺ നമ്മളെ നാടൻ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല പെർഫെക്റ്റ് ആയി. വേറൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ബീഫില്ലേ, നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡിന് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനേക്കാളും ബീഫാണ് ഇഷ്ടം. മീൻ കഴിക്കൂല. അതുകൊണ്ട് തന്നെ ബീഫ് ഇങ്ങനെ കറി വെച്ചിട്ടും പൊരിച്ചിട്ടെല്ലാം കൊടുക്കും കേട്ടാ. ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആരെങ്കിലും നാട്ടിൽ നിന്ന് എന്തായാലും കൊടുത്തുവിടുമല്ലോ. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടി പോവേണ്ട. എന്നിട്ടിത് നമുക്ക് ചപ്പാത്തിക്കും ദോശക്കും നെയ്ച്ചോറിനും എല്ലാം കഴിക്കാൻ പറ്റും. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെയെല്ലാം കൊടുത്തയച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിക്കും. നാട്ടിലാകുമ്പോൾ അങ്ങനെയല്ല, അന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കില്ല. ഇനി ഉപ്പ് നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഓൾറെഡി അതിൽ ഉപ്പും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ഗ്യാസ് അടുപ്പ് മേലെ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയാണ്. നമ്മളെ നാട്ടിലത്തെ മുട്ടച്ചാറോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. പുളിയെല്ലാം മാറുന്ന ഒരു മീൻ കറീൻ്റെ ടൈപ്പായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റിയാണ്. ഓരോ സ്ഥലത്തുള്ള ഫുഡും വ്യത്യസ്തമായിരിക്കും, പക്ഷേ ടേസ്റ്റ് നമുക്ക് വേറെ ആയിട്ടും നല്ല രീതിയിൽ തോന്നുകയും ചെയ്യും കേട്ടോ. എനിക്കിങ്ങനെ വേറെ സ്ഥലത്തുള്ള ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം
അറിയാൻ പറ്റുമല്ലോ അവിടെയുള്ള ഫുഡും ഇതെല്ലാം. അവർ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് രസമുണ്ട്, പാലക്കാട് തൃശ്ശൂർ അവർ രസം ഉണ്ടാക്കും. അതെനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ചോറിന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ പൊന്നിയരിയല്ല മട്ടാരി, നമ്മളെ നാട്ടിലെ മട്ടാരിനെ കൊണ്ട് ചോറ് വെക്കൂല. റേഷൻ പീടികയിൽ നിന്നെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പത്തിലിന് വേണ്ടിയിട്ട് പൊടിക്കുകയോ ചെയ്യുക. എൻ്റെ ഉമ്മയെല്ലാം റേഷൻ പീടികയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തരുകയോ ചെയ്യുക. കാരണം ഞാൻ തൃശ്ശൂരുള്ള ഫാമിലിയെല്ലാം വെക്കുന്ന കണ്ടിട്ട് ഞാനതുപോലെ കുക്കറിൽ വെച്ചിട്ട് കഴിക്കും. അതുകൊണ്ട് ഉമ്മാക്ക് അറിയാം ഞാൻ കഴിച്ചോളുന്നേ. ഓരോ മുട്ടക്കറി ഞാനൊന്ന് ടേസ്റ്റ് എല്ലാം നോക്കി ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് കറിയും എന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴിക്കാവൂ. 10 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാം ടൈറ്റായി മസാലയെല്ലാം പിടിച്ച് നല്ല ഡാർക്ക് കളറായിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നേരത്തേനേക്കാളും കളറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, തിക്നെസ്സും വന്നിട്ടുണ്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരുമ്പം കൊണ്ടുത്തരും. കാസർഗോഡുള്ളവരുണ്ട്, കണ്ണൂരുള്ളവരുണ്ട്, തലശ്ശേരിയുള്ളവരുണ്ട്, പിന്നെ തൃശ്ശൂരുള്ളവരുണ്ട്. ഓരെല്ലാം വരുമ്പം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കലുണ്ട്. നമ്മളെ നാട്ടിലെ മെയിൻ കല്ലുമ്മക്കായ് നിറച്ചതും പത്തിലും അങ്ങനെയെല്ലാം കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഞാൻ നാട്ടിൽ പോയതിനായതുകൊണ്ട് ഇന്ന് ഷോപ്പിംഗ് ഒന്നുമില്ല. ഇനിയും നെസ്റ്റോ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നെസ്റ്റോൻ്റെ ഷോപ്പിംഗ് ഞാൻ എന്തായാലും കാണിക്കും. എപ്പോഴും ഞാൻ നെസ്റ്റോ എന്നാണ് വാങ്ങൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നല്ല അടിപൊളി ഷോപ്പിംഗ് വീഡിയോസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ട് മസ്റ്റായിട്ട് കാണേ. അപ്പം ഞാൻ പരുത്തിപ്പത്തിലുണ്ട്, പരുത്തിപ്പത്തിൻ്റെ ഒപ്പരാണ് ഈ ഒരു ബീഫ് കറി കഴിച്ചിട്ടുള്ളത്. നമ്മളെ കണ്ണൂർ സ്പെഷ്യലാണ് ഈ പരുത്തിപ്പത്തിൽ. ചിലർ ഒറോട്ടി എന്ന് പറയും, പക്ഷേ നമ്മുടെ ഒറോട്ടി ഓട്ടുകല്ലിലാണ് ഉണ്ടാക്കിയെടുക്കൽ. സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് ആമീസ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണേ. നാടൻ ഫുഡ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതുപോലെ കറി റെസിപ്പീസ് എല്ലാം പ്ലേലിസ്റ്റാക്കി തരംതിരിച്ചിട്ടുണ്ട്. എന്തായാലും കാണാത്തവരുണ്ട് മസ്റ്റായിട്ട് കാണാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒരാൾക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞപ്പം നേരത്തെ കുഴച്ച പൊടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി പുട്ട് ചുട്ടിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ ഒപ്പരം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. ഓക്കെ.